എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ട് ദാസ. അതെ, ഇത് ഏറ്റുപറയാത്ത മലയാളികളുണ്ടോ? മലയാള സിനിമയെ ഒരു കാലഘട്ടത്തിൽ മാറ്റിയെഴുതിയ മനുഷ്യൻ. അതേസമയം സ്ക്രീനിൽ വരുമ്പോൾ ചിരിക്കാത്തവർ ആരുമുണ്ടാകില്ല. പക്ഷേ ആ ചിരിക്ക് പിന്നിൽ അദ്ദേഹത്തിൻ്റെ മൂർച്ചയേറിയ തൂലിക, അത് അധികാരവർഗത്തിന് നേരെ നീളുന്ന വാള് തന്നെയായിരുന്നു. അതാണ് ശ്രീനിവാസൻ. സിനിമയിൽ പറഞ്ഞ രാഷ്ട്രീയവും പരിഹാസവും ഇന്നും മലയാളികളുടെ ഇടയിൽ ചർച്ചയാകുന്നുവെങ്കിൽ അദ്ദേഹം സൃഷ്ടിച്ച വിപ്ലവത്തിൻ്റെ മാറ്റൊലി തന്നെയാണത്. ഒരുപക്ഷെ ഇത്രയേറെ മലയാള സിനിമയിൽ പരിഹാസം കൊണ്ട് വിപ്ലവം സൃഷ്ടിച്ച മറ്റൊരു സാഹിത്യകാരൻ തന്നെ ഉണ്ടാവില്ല. സാധാരണക്കാരൻ്റെ ജീവിതത്തെ വെള്ളിത്തിരയിൽ പച്ചയായി വരച്ചു കാട്ടിയത് മലയാള സിനിമയുടെ മറ്റൊരു തുടക്കം തന്നെയായിരുന്നു. തോപ്പിൽ ഭാസിയും എസ്.എൽ. പുരവും മുതൽ ടി.എ. റസാക്ക് വരെ നാടക പാരമ്പര്യമുള്ളവരായിരുന്നു ഒരു കാലത്ത് മലയാള സിനിമയിലെ തിരക്കഥാകൃത്തുക്കൾ. ഇവരിൽ നിന്നും മാറി പിന്നീട് എം.ടി. പത്മരാജൻ എന്നിങ്ങനെ മറ്റൊരു തലങ്ങളിലേക്ക് എത്തിച്ച എഴുത്തുകാർ വന്നപ്പോഴും കഥാപാത്രങ്ങളുടെ സംഭാഷണങ്ങൾ അച്ചടി ഭാഷയുടെ സ്വാധീനം പ്രകടമായിരുന്നു. എന്നാൽ ഈ ഒരു രീതിയെ അപ്പാടെ പൊളിച്ചടുക്കിയാണ് ശ്രീനിവാസൻ മലയാള സിനിമയിൽ തൂലിക ചലിപ്പിച്ചത്. ശ്രീനിവാസന്റെ തിരക്കഥകൾ ഫാന്റസിയുടെ നേരിയ ഒരു അംശം പോലും കാണാനാകില്ലായിരുന്നു. പച്ചയായ ജീവിതത്തിന്റെ യഥാർത്ഥ കഥാതന്തുക്കളാണ് അദ്ദേഹത്തിന്റെ ഓരോ രചനയും. ദൈനംദിന ജീവിതത്തിൽ മനുഷ്യൻ നേരിടുന്ന പ്രശ്നങ്ങളെ കൃത്യമായി അഭിസംബോധന ചെയ്യാൻ അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. അന്നുവരെ മലയാളികൾ കണ്ടു ശീലിച്ച ആക്ഷേപ ഹാസ്യമായിരുന്നില്ല ശ്രീനിവാസന്റേത്. തൻ്റെ ചുറ്റുപാടുകളിൽ നിന്നും കണ്ടെത്തി അതിൻ്റെ ഹാസ്യത്തിൻ്റെ മേമ്പൊടി ചേർത്താണ് അദ്ദേഹം അവതരിപ്പിച്ചിരുന്നത്. അതിനാൽ തന്നെ ആ തൂലികയിൽ പിറന്ന സംഭാഷണങ്ങൾ അത്രയും ആ കാലത്തെ അതിജീവിക്കുന്നത് തന്നെയായിരുന്നു. എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ട് ദാസ എന്ന നാടോടിക്കാറ്റിലെ സംഭാഷണം അഭ്യസ്ത വിദ്യരും ജോലിയില്ലാത്തവരുമായ യുവാക്കളുടെ അവസ്ഥയെ വളരെ മനോഹരമായി ചിത്രീകരിച്ച സിനിമയിലെ ഈ സംഭാഷണം സാന്ദർഭികമായും അല്ലാതെയും മലയാളി ഇന്നും പ്രയോഗിക്കുന്നു. കാലത്തെ അതിജീവിച്ച സിനിമ ഇറങ്ങിയ കാലം തൊട്ട് ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വരെ ഏവരും എടുത്തു പ്രയോഗിച്ച നിരവധി രാഷ്ട്രീയ ആക്ഷേപഹാസ്യ സംഭാഷണങ്ങളാൽ സമ്പന്നമാണ് സന്ദേശം എന്ന സിനിമ. എന്നാലും നമ്മൾ എങ്ങനെ തോറ്റു? എല്ലാവരും സാക്ഷരത നേടിയതാണ് നമുക്ക് തിരിച്ചടിയായത്. പോളണ്ടിനെ പറ്റി ഇനി ഒരക്ഷരം മിണ്ടരുത് തുടങ്ങി എണ്ണമറ്റ നുറുങ്ങു സംഭാഷണങ്ങൾ. ഈ ചിത്രത്തിലെ തന്നെ ശ്രദ്ധേയമായ ഒരു സംഭാഷണമാണ് വിഘടനവാദികളും പ്രതിക്രിയവാദികളും തമ്മിലുള്ള അന്തർധാര സജീവമാണ് എന്നത്. പാർട്ടി ക്ലാസുകളിലെ പ്രയോഗങ്ങളെ ഇത്രമേൽ പൊള്ളിച്ച സംഭാഷണം വേറെയുണ്ടോ എന്നത് തന്നെ സംശയമാണ്. അതുപോലെ തന്നെയാണ് ചിന്താവിഷ്ടയായ ശ്യാമളയിലെ നടി കുളത്തിലേക്ക് ചാടുകയാണല്ലോ ക്യാമറയും ചാടട്ടെ എന്നുള്ള ആ ഒരു സംഭാഷണവും. സ്റ്റാർട്ട് ആക്ഷൻ കട്ട് ഇതിലേതാ മനസ്സിലാകാത്തത് എന്നുള്ള ഈ ഒരു സംഭാഷണവും ഒക്കെ ഏത് കൊച്ചു കുട്ടിയും എടുത്ത് ഇന്നത്തെ കാലത്ത് തഗ്ഗാക്കുന്ന സംഭാഷണങ്ങൾ തന്നെയാണ്. എനിക്കുണ്ട് ചില പ്രശ്നങ്ങൾ, തനിക്കുമുണ്ട് അതിലേറെ പ്രശ്നങ്ങൾ. എങ്കിൽ പിന്നെ ആ പ്രശ്നങ്ങൾ പരസ്പരം പങ്കിട്ട് നമുക്ക് ഒരുമിച്ച് പൊയ്ക്കൂടെ? വരവേൽപ്പ് എന്ന സിനിമയിലെ നായികാനായകന്മാരുടെ പ്രണയം പങ്കുവയ്ക്കുന്ന ഈ രംഗത്തിലെ സംഭാഷണങ്ങളും മലയാളിക്ക് മറക്കാനാവാത്തതാണ്. മിഥുനത്തിൽ ഒരാൾക്ക് ഒരാളെ പ്രണയിക്കാൻ ആരുടെയും സമ്മതം വേണ്ട എന്ന സംഭാഷണവും മലയാളി പലയാവർത്തി എടുത്തും ഉപയോഗിച്ചിട്ടുള്ളതാണ്. ഇവിടെ വരുന്നവർക്കൊക്കെ 100 രൂപ വെച്ച് കൊടുക്കുന്നുണ്ടെന്ന് കേട്ടു, അത് വാങ്ങാൻ വന്നതാണ് എന്ന സംഭാഷണവും ശ്രീനിവാസന്റെ ശ്രദ്ധേയമാണ്. മേക്കപ്പിനൊക്കെ ഒരു പരിധിയില്ലേടേ. സിനിമാ മേഖലയെ അതേ മേഖലയിൽ ഇരുന്നുകൊണ്ട് നിശ്ചിതമായി വിമർശിച്ച ചിത്രമായിരുന്നു ഉദയനാണ് താരം. സിനിമാ രംഗത്തെ പൊങ്ങച്ചത്തെ പൊളിച്ചടുക്കിയ നിരവധി സംഭാഷണങ്ങൾ ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ വേണം അഭിനയിക്കാൻ, അവന് ബുദ്ധിയുണ്ട്, എൻ്റെ തല, എൻ്റെ ഫുൾ ഫിഗർ, എൻ്റെ ആരാധകർ വരുന്നത് എന്നെ കാണാനാണ് എന്നിങ്ങനെ പോകുന്നു സംഭാഷണങ്ങൾ. ഒടുവിൽ ചിത്രത്തിൻ്റെ ആകത്തുകയെ ഒരൊറ്റ സംഭാഷണത്തിൽ ഒതുക്കുന്ന ശ്രീനിവാസൻ മാജിക്കും നമുക്കിവിടെ കാണാം. താരങ്ങളല്ല, മികച്ച സംവിധായകരും തിരക്കഥാകൃത്തുക്കളുമാണ് താരങ്ങളെ സൃഷ്ടിക്കുന്നത് എന്നുള്ളത്. താൻ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം എല്ലാ അർത്ഥത്തിലും പൂർണ്ണമായി തന്നെ പ്രേക്ഷകന് ഉൾക്കൊള്ളാൻ പാകത്തിൽ ആവിഷ്കരിക്കപ്പെടുന്നതായിരുന്നു ശ്രീനിവാസൻ സിനിമകൾ. മലയാള സിനിമയുടെ ചിത്രത്തെ സന്ദേശത്തിനു മുൻപും പിൻപും
എന്ന് രണ്ടായി വിഭജിച്ചാലും അത് ഒട്ടും അതിശയോക്തി ഉണ്ടാകില്ല. കാരണം അന്ധമായ പാർട്ടി ഭക്തിയെയും രാഷ്ട്രീയ ജീർണതകളെയും ഇത്രത്തോളം നിശിതമായി വിചാരണ ചെയ്ത മറ്റൊരു സിനിമ ഇന്ത്യൻ ചലച്ചിത്ര ചരിത്രത്തിൽ തന്നെ അപൂർവം തന്നെയാണ്. ശ്രീനിവാസൻ എന്ന തിരക്കഥാകൃത്തിന്റെ രാഷ്ട്രീയ ഉൾക്കാഴ്ചയും നിരീക്ഷണ പാഠവും അതിന്റെ പൂർണ്ണതയിലെത്തിയത് സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്ത ഈ ചിത്രത്തിലൂടെ തന്നെയായിരുന്നു. ഇന്നും കേരളത്തിലെ രാഷ്ട്രീയ ചർച്ചകളിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് ഈ സിനിമയിലെ ഓരോ രംഗങ്ങളും. യശ്വന്ത് സഹായിജിയുടെ നാരിയൽ കാ പാനി എന്ന പ്രയോഗം മലയാളിയുടെ രാഷ്ട്രീയ അസംബന്ധങ്ങളെ പരിഹസിക്കാൻ ശ്രീനിവാസൻ കണ്ടെത്തിയ ഏറ്റവും മൂർച്ചയുള്ള ഒരു ആയുധം തന്നെയായിരുന്നു. യശ്വന്ത് സഹായി എന്നത് വെറുമൊരു കഥാപാത്രമല്ല, മറിച്ച് അണികളെ വിഡ്ഢികളാക്കി അടക്കി ഭരിക്കുന്ന അധികാര കേന്ദ്രങ്ങളുടെ ഒരു പ്രതിരൂപം തന്നെയായിരുന്നു. ഒരു തുള്ളി ഇളനീർ വെള്ളത്തിന് വേണ്ടി നെട്ടോട്ടമോടുന്ന അണികളുടെ അവസ്ഥയിലൂടെ രാഷ്ട്രീയത്തിലെ അടിമത്ത മനോഭാവത്തെ ശ്രീനിവാസൻ വരച്ചു കാട്ടുകയായിരുന്നു. ഒരേ വീട്ടിൽ രണ്ട് വ്യത്യസ്ത രാഷ്ട്രീയ ധ്രുവങ്ങളിൽ നിൽക്കുന്ന സഹോദരങ്ങളിലൂടെ കേരളത്തിലെ രാഷ്ട്രീയ അസംബന്ധങ്ങളെ അദ്ദേഹം ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കി. പോളണ്ടിനെ കുറിച്ച് ഇനി ഒരക്ഷരം മിണ്ടരുത് എന്ന ഡയലോഗ് ഇന്നും അന്ധമായ രാഷ്ട്രീയ വിധേയത്വത്തിനെതിരെയുള്ള ഏറ്റവും വലിയ പരിഹാസ ചിഹ്നമായി നിലനിൽക്കുന്നു. താൻ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിനു വേണ്ടി കുടുംബത്തെയും സ്വന്തം ജീവിതത്തെയും ബലി കൊടുക്കുന്ന യുവാക്കളുടെ പൊള്ളത്തരം ശ്രീനിവാസൻ തന്റെ മൂർച്ചയുള്ള വരികളിലൂടെ ലോകത്തിന് കാണിച്ചു കൊടുക്കുകയായിരുന്നു. രാഷ്ട്രീയ പ്രവർത്തനം എന്നത് കുടുംബത്തോടും സമൂഹത്തോടുമുള്ള ഉത്തരവാദിത്വം കൂടിയാണെന്ന വലിയ സന്ദേശം ഈ ചിത്രം നൽകി. ശ്രീനിവാസൻ എന്ന തിരക്കഥാകൃത്തിനെയും നടനെയും മലയാളികൾക്ക് സുപരിചിതമാണ്. എന്നാൽ മമ്മൂട്ടിയുടെ കരിയറിന്റെ തുടക്കകാലത്ത് അദ്ദേഹത്തിന്റെ ശബ്ദമായി മാറിയ ശ്രീനിയെ അധികമാരും തിരിച്ചറിഞ്ഞിട്ടില്ല. വിധിച്ചതും കൊതിച്ചതും, വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ, ഒരു മാടപ്പിറാവിന്റെ കഥ, KG ജോർജിന്റെ മേള തുടങ്ങിയ സിനിമകളിൽ മമ്മൂട്ടിക്ക് വേണ്ടി ശബ്ദം നൽകിയത് ശ്രീനിവാസനായിരുന്നു. അതുപോലെ തന്നെയാണ് തമിഴ് നടൻ ത്യാഗരാജനും സാംബശിവനും വരെ ശ്രീനിയുടെ ആ തനതായ ശബ്ദത്തിലൂടെയാണ് മലയാളത്തിൽ സംസാരിച്ചിരുന്നത്. 1976 PA ബക്കറിന്റെ മണിമുഴക്കത്തിലൂടെയാണ് ശ്രീനിവാസൻ സിനിമയിലേക്ക് എത്തുന്നത്. വിധിച്ചതും കൊതിച്ചതും, വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ, ഒരു മാടപ്പിറാവിന്റെ കഥ, KG ജോർജിന്റെ മേള തുടങ്ങിയ സിനിമകളിൽ മമ്മൂട്ടിക്ക് വേണ്ടി ശബ്ദം നൽകിയത് ശ്രീനിവാസനായിരുന്നു. തമിഴ് നടൻ ത്യാഗരാജനും സാംബശിവനും വരെ ശ്രീനിയുടെ ആ തനതായ ശബ്ദത്തിലൂടെയാണ് മലയാളത്തിൽ സംസാരിച്ചത്. 1976 PA ബക്കറിന്റെ മണിമുഴക്കത്തിലൂടെയാണ് ശ്രീനിവാസൻ സിനിമയിലേക്ക് എത്തുന്നത്. വെറുമൊരു നടനായല്ല, മറിച്ച് ശബ്ദം കൊണ്ടും ശരീരം കൊണ്ടും സിനിമയുടെ സമസ്ത മേഖലകളിലും വിപ്ലവം സൃഷ്ടിച്ച ഒരു പ്രതിഭ തന്നെയാണ് ഇന്ന് വിടവാങ്ങിയിരിക്കുന്നത്. നിത്യജീവിതത്തിലെ കൈപ്പേറിയ സത്യങ്ങളെ നർമ്മത്തിന്റെ മേമ്പൊടി ചേർത്ത് അവതരിപ്പിക്കുക എന്നതായിരുന്നു ശ്രീനിവാസൻ ശൈലി. 1984 ഓടരുതമ്മാവ ആളറിയാം എന്ന ചിത്രത്തിലൂടെ തിരക്കഥാ രചനയിലേക്ക് തിരിഞ്ഞതോടെ മലയാള സിനിമയുടെ ജാതകം തന്നെ തിരുത്തി കുറിക്കപ്പെട്ടു. അപ്രിയ സത്യങ്ങൾ ആരുടെ മുഖത്തു നോക്കിയും വിളിച്ചു പറയാനുള്ള ചങ്കൂറ്റം ശ്രീനിവാസനെ സിനിമാ ലോകത്തെ വ്യത്യസ്തനാക്കി മാറ്റുകയായിരുന്നു. കണ്ണൂരിലെ പാഠ്യത്ത് ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽ ജനിച്ച ശ്രീനിവാസൻ പലപ്പോഴും തന്റെ രാഷ്ട്രീയ ബോധത്തെ വെള്ളിത്തിരയിലൂടെ വെളിച്ചത്തു കൊണ്ടുവന്നു. അടിയന്തരാവസ്ഥയുടെ ഇരുണ്ട കാലത്ത് ഇന്ദിരാഗാന്ധിക്കെതിരെ ഖരീബി ഹഠാവോ എന്ന നാടകം എഴുതി അവതരിപ്പിക്കാൻ കാണിച്ച അതേ ആർജവം തന്നെയാണ് പിൽക്കാലത്ത് സന്ദേശം പോലുള്ള സിനിമകളുടെ തന്റെ രാഷ്ട്രീയ നിലപാടുകൾ തുറന്നെഴുതിയത്. ദാസനായും വിജയനായും മോഹൻലാലിനൊപ്പം വെള്ളിത്തിരയിൽ തകർത്താടിയ ശ്രീനി സാധാരണക്കാരുടെ സങ്കടങ്ങളും തൊഴിലായ്മയും നർമ്മത്തിൽ ചാലിച്ച് അവതരിപ്പിക്കുകയായിരുന്നു. വടക്ക് നോക്കി യന്ത്രം എന്ന ചിത്രത്തിൽ തളത്തിൽ ദിനേശനായും ചിന്താവിഷ്ടയായ ശ്യാമളയിലെ കരുത്തുറ്റ കഥാപാത്രങ്ങളിലൂടെയും സംവിധായകനായും അദ്ദേഹം തന്റെ മാസ്റ്റർ ക്ലാസ് തെളിയിച്ചു. കണ്ണൂരിലെ കൂത്തുപറമ്പിൽ നിന്ന് മദ്രാസിലെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വണ്ടി കയറുമ്പോൾ ശ്രീനിവാസന് ഒരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ: എങ്ങനെയെങ്കിലും സിനിമയുടെ ഭാഗമാകണം. മദ്രാസിൽ രജനീകാന്തായിരുന്നു സഹപാഠി. പിന്നീട് പ്രിയദർശനും ലാലും സുരേഷ് കുമാറുമൊക്കെ ശ്രീനിയുടെ സുഹൃത്തുക്കളായി. അഭിനയിക്കാൻ ചെന്ന ആ മെലിഞ്ഞ പയ്യനെ എല്ലാവരും കളിയാക്കി. പക്ഷേ എഴുത്തിന്റെ ലോകത്തും അഭിനയത്തിലും താൻ ഒരു പുലിയാണെന്ന് അദ്ദേഹം പിന്നീട് തെളിയിക്കുകയായിരുന്നു. അഭിനയ ഡിപ്ലോമ കഴിഞ്ഞതിനു ശേഷം 1976 PA ബക്കർ സംവിധാനം ചെയ്ത മണിമുഴക്കം എന്ന ചിത്രത്തിലൂടെ സിനിമാ രംഗത്തേക്ക് കടന്നു വന്നു. അങ്ങനെ
അദ്ദേഹത്തിന്റെ അഭിനയ പാഠങ്ങൾ പഠിപ്പിച്ചത് അന്നത്തെ വൈസ് പ്രിൻസിപ്പളായിരുന്ന എ പ്രഭാകരൻ ആയിരുന്നു. പിന്നീട് അദ്ദേഹം തന്നെ ശ്രീനിവാസന് തന്റെ മേള എന്ന സിനിമയിൽ അഭിനയിക്കാൻ അവസരം കൊടുത്തു. ശ്രീനിവാസൻ എന്ന തിരക്കഥാകൃത്ത് ഇല്ലായിരുന്നുവെങ്കിൽ മോഹൻലാൽ എന്ന നടന്റെ കരിയർ ഇത്രത്തോളം തിളങ്ങില്ലായിരുന്നു. ദാസനായും വിജയനായും അവർ തകർത്താടിയപ്പോൾ പിറന്നത് മലയാള സിനിമയിലെ തന്നെ എക്കാലത്തെയും വലിയ ഹിറ്റുകളാണ്. അസുഖങ്ങൾ വേട്ടയാടിയപ്പോഴും തന്റെ നർമ്മബോധം കൈവിടാത്ത ആ പോരാട്ട വീര്യം വിസ്മയിപ്പിക്കുന്നതായിരുന്നു. 3.5 പതിറ്റാണ്ടിലേറെക്കാലം മലയാള സിനിമയെ തന്റെ വിരൽത്തുമ്പിലിട്ട് നയിച്ച ആ കണ്ണൂർക്കാരൻ വിടവാങ്ങുമ്പോൾ നഷ്ടമാകുന്നത് മലയാളിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട ചിരികളും ചിന്തകളും ഒക്കെ തന്നെയാണ്. ശ്രീനിവാസൻ വെറുമൊരു നടനല്ല, അദ്ദേഹം ഒരു രാഷ്ട്രീയ നിരീക്ഷകനാണ്, വിമർശകനാണ്. പാർട്ടി നേതാക്കളെയും സമകാലിക രാഷ്ട്രീയത്തെയും താൻ വിശ്വസിക്കുന്ന ശരികൾക്ക് വേണ്ടി അദ്ദേഹം തുറന്നടിച്ചു. പലപ്പോഴും ആ നിലപാടുകൾ വിവാദമായി. പക്ഷേ ശ്രീനി പറഞ്ഞു, എനിക്ക് ആരെയും പേടിയില്ല. ഈ ഒരു ആത്മവിശ്വാസം തന്നെയാണ് ശ്രീനിവാസൻ എന്ന കലാപ്രതിഭയെ വേറിട്ടതാക്കിയത്. ആ അതുല്യ പ്രതിഭയ്ക്ക് പ്രണാമം.